മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന പത്തരമാറ്റ് എന്ന് പറയുന്ന സീരിയൽ. ഇന്ന് പത്തരമാറ്റ് എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് ജഡ്ജ് അബിയും എങ്ങനെയെങ്കിലും നവിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ആദർശ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നവ്യയുടെ അച്ഛനും അമ്മയും വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ അവളെ പുറത്താക്കാമെന്ന് നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ് മൊത്തം തെറ്റിച്ചുകൊണ്ടാണ് അവരുടെ അച്ഛനും അമ്മയും വന്നത്. എന്തൊക്കെയാണ് മുത്തച്ഛനും കൂടി ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ വല്ലാണ്ട് ആളി കത്തിച്ച് നമുക്ക് അവളെ പുറത്താക്കാൻ നമ്മുടെ അഭി പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശിന്റെ MD സ്ഥാനത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓഫീസിൽ വേറെ ഒരു സ്റ്റാഫ് മാത്രമായി, ആ നയനയാണ് ഇപ്പോൾ അവിടെ വലിയ ഡിസൈനറായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവളെ കയറ്റി ഉയർത്തി വിടരുത്, നീ തന്നെ വേണം എപ്പോഴും ആ ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ നിന്റെ അധീനതയിൽ വേണം മൂർത്തി ജ്വല്ലറി വരാനും. നീ ആദർശിനൊപ്പം അവിടെ ഒരു കസേര ഇരിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയുകയായിരുന്നു. അതിനുള്ള പല തന്ത്രങ്ങളും ഇരുവരും മാറ്റി നോക്കുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ അനന്തപുരി തറവാട്ടി മുത്തശ്ശിയും ദേവാനിയും ഒക്കെ വലിയ വിഷമത്തിയിരിക്കുകയാണ്. കാരണം ഗർഭിണിയായ നവ്യയുടെ പ്രവർത്തികളെല്ലാം തന്നെ അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അവർ പരസ്പരം പറയുന്നുണ്ട്. നവ്യയും നയനയും ഈ ഒരു കുടുംബത്തിലെ മരുമക്കളായിട്ട് കയറി വന്ന് നയന വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അവൾ നമ്മുടെ കുടുംബത്തിൽ ചേർന്ന മരുമകൾ തന്നെയാണ്. എന്നാൽ നവ്യ അത് ഒട്ടുമില്ല, ഈ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനാണ് അവൾ നോക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് പോലും എന്ത് സംഭവിക്കുന്നതാണ് അവർ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ കാര്യമൊക്കെ മുത്തശ്ശൻ അറിഞ്ഞാൽ എന്താവും? ഈ തറവാട്ടിലെ കുട്ടി അഴിഞ്ഞാടി നടക്കുക എന്നങ്ങാണ് പറഞ്ഞാൽ മുത്തശ്ശനാകെ തകർന്നു പോകും. ചേച്ചി അനുജത്തിയായിട്ട് നവ്യ എന്താണ് ഇങ്ങനെ ആയി പോയെന്ന് ഈ ഒരു കാര്യം മുത്തശ്ശൻ അറിയുന്നതിന് മുമ്പ് ആദർശിനോട് അച്ഛനെ വിളിച്ച് സൂചന നൽകണമെന്ന് പറയാൻ ദേവേനെ. ഇവർ പറയുന്നതൊക്കെ കേട്ട് നയന വരുന്നത്, എന്റെ ചേച്ചിയെ കൊണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു ചോദിക്കുകയായിരുന്നു നമ്മുടെ നയന. പിന്നീട് നയന നേരെ റൂമിലേക്ക് പോയി ആദർശിനോട് പറയണേ, എന്റെ ചേച്ചിയെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേച്ചിയുടെ പ്രവർത്തികൾ എല്ലാവർക്കും വലിയ വിഷമമാക്കിയിട്ടുണ്ട്. ഞാൻ ചേച്ചിക്ക് വേണ്ടി ഞാൻ പോയി മാപ്പ് ചോദിക്കണ്ടേന്ന് നമ്മുടെ നയന ആദർശിനോട് ചോദിക്കും. ആദർശ് പറയുന്നുണ്ട്, നീ എല്ലാം മാപ്പ് ചോദിക്കണ്ടേ, നീ മാപ്പ് ചോദിച്ചിട്ട് കാര്യമൊന്നും വരുന്നു, അത് അവൾക്ക് തന്നെ തെറ്റാണെന്ന് ബോധ്യം വരുത്തി അവൾ തന്നെ ചോദിക്കണമെന്ന് പറയുന്ന ആദർശ്. ഞാൻ എന്താണ് നിന്റെ ചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വരുമെന്ന് പറയുകയാണ്. പിന്നീട് നയന നമ്മുടെ നവ്യയുടെ റൂമിലോട്ട് പോവുകയാണ്. പലതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. എന്നിട്ട് എന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ചോദിക്കണം. ഞാൻ എന്ത് ചെയ്തെന്ന് നവ്യ ചോദിക്കുന്നത്. ഒരു പരിസ്ഥിതി ചിത്രത്തിൽ അഭിനയിക്കുന്നു, സെലിബ്രിറ്റി ആവുന്നതൊക്കെ വലിയ തെറ്റാണ്, ഇവിടെയുള്ളവരുടെ കാഴ്ചപ്പാടാണ് തെറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ ആണെങ്കിൽ നയനയുടെ മേളിൽ ചാടിക്കയറുകട്ടെ. ഈ ഒരു സമയത്ത് നയനയ്ക്ക് മനസ്സിലാവും ഇവളെ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതിനും ഭേദം ഞാൻ പോവുകയെന്ന് പറഞ്ഞ് നയന പോവുകയാണ്. ഈ ഒരു സമയത്ത് വീട്ടുകാരുടെ വിഷമം കണ്ട് നമ്മുടെ ആദർശാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ ഒരു പരസ്യ കമ്പനിയെ വിളിച്ച് ആ ഒരു ആഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കിയാണ്. അതിനാണെങ്കിൽ കോമ്പൻസേഷൻ ആയിട്ട് 30 ലക്ഷം രൂപയാണ് ആദർശിനോട് അവർ ചോദിക്കുന്നത്. അങ്ങനെ ആ ഒരു ക്യാഷ് കൊടുത്ത് ആദർശ് ആ ഒരു സെറ്റിൽമെന്റ് ചെയ്ത് ആ ഒരു പരസ്യം റിലീസ് ചെയ്ത് ക്യാൻസൽ ആക്കോട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തും അതോടൊപ്പം തന്നെ അമ്മയുടെ അടുത്തൊക്കെ ദേവേനയുടെ അടുത്തൊക്കെ ആയിട്ട് എന്ന് പറയുന്നുണ്ട്, ആ ഒരു പരസ്യം ഇനി വരത്തില്ല, ആ ഒരു പരസ്യം ഞാൻ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, 30 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഞാൻ ആ ഒരു പരസ്യം ക്യാൻസൽ ചെയ്തെന്ന് പറയണം. ഈ ഒരു സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു വാർത്ത കേട്ട് നവ്യ അങ്ങനെ ഷോക്കേറ്റ് നിൽക്കുന്നിടത്തോട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ വരും ദിവസങ്ങളിലെ പത്തരമാറ്റ് എന്ന് പറയുന്ന സീരിയലിന്റെ കിടന്ന എപ്പിസോഡുകൾ കേട്ട്. അപ്പോൾ പത്തരമാറ്റ് എന്ന് പറയുന്ന സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു സീരിയലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.